ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇതാ പഠനവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് പഠിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ചെറിയൊരു പണി കിട്ടിയല്ലേ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും ഇപ്രാവശ്യം നമ്മുടെ 8th CBSE പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് എന്നുള്ള കാര്യം. NCERT നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ ടെക്സ്റ്റ് ബുക്ക് അപേക്ഷിച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം സിലബസ് ഉള്ളത്. മുമ്പത്തെ വർഷത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ മാറി ഇനി പുതിയ കോൺസെപ്റ്റുകളും പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആയിരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ടെൻഷൻ ആയിരിക്കും, എന്ത് ചെയ്യും ഇനി പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഓൾഡ് സിലബസുള്ള മക്കൾക്കും പേടിയാണ്, ഞങ്ങൾക്ക് ഇനി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ലേ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ പുതിയ സിലബസുള്ള മക്കൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്, എങ്ങനെ ഞങ്ങളിത് പഠിച്ച് സെറ്റ് ചെയ്യും, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്നുള്ളത് അല്ലേ. ഇതിനെല്ലാം ഉള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് നിങ്ങളുടെ സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ യോധ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ച് മാത്രം ഉണ്ടായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ഓൾഡ് സിലബസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളുകൾ ഓൾഡ് സിലബസ് ആണെങ്കിൽ അതിനും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കുറെ ക്ലാസ്സുകളും കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. സോ ഡോണ്ട് വറി, നമ്മുടെ ഓൾഡ് സിലബസുകാരും പേടിക്കേണ്ട ആവശ്യമില്ല ആൻഡ് ന്യൂ സിലബസുകാർക്കും പ്രശ്നമില്ല. രണ്ടുപേർക്കും നമ്മൾ ഈക്വൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് യോധ ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോരോ യൂണിറ്റ് കഴിയുമ്പോഴും അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എങ്ങനെയാണോ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യോധ ബാച്ചിൽ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ, പഴയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അടിപൊളിയായിട്ട് നമ്മുടെ യോധ ബാച്ചിൽ വരാം. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതുവഴി കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസുകൾ എല്ലാവരും ലഭിക്കും. സോ എല്ലാവരും ഈ ചാൻസ് മിസ് ചെയ്യാതെ അടിപൊളിയായിട്ട് നമ്മുടെ യോധ ബാച്ചിൽ ഉണ്ടാവണം. അവിടെ കാണാം. ബൈ.